ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹക്കോബ. നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹക്കോബ മെറ്റീരിയലാണ്. അങ്ങനെ ഞാൻ ഹക്കോബ മെറ്റീരിയൽ 2.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാനിതിൻ്റെ യോക്ക് പോർഷനിൽ ഒരു ഹാൻഡ് വർക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് വേണ്ടി 2.5 മീറ്റർ ലൈനിങ്ങും നമ്മൾ എടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് വേണ്ടി ലൈനിങ് എടുത്തേക്കുന്നത് ഇതിൻ്റെ തന്നെ ഡാർക്ക് പച്ച തന്നെയാണ്. അപ്പോൾ ഈ ഹക്കോബ മെറ്റീരിയലിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കതിലൊരു ഡോട്ടായിട്ടൊരു സംഭവമുണ്ട് ഇതിനകത്തിൽ, ഡോട്ട് പോലെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിതിന് പറ്റിയ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ലൈനിങ് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരിയും കൂടി ഭംഗിയായിരിക്കും. അപ്പം എനിക്കതിൻ്റെ ലൈനിങ് കിട്ടാത്തത് കൊണ്ട് ഞാനിതിൻ്റെ തന്നെ കളറ് ഞാനങ്ങ് വാങ്ങിപ്പോയായിരുന്നേ. അപ്പോൾ ഇതിന് നമ്മൾ മെറൂണോ റെഡോ പാൻറ്റാണ് വെയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ലൈനിങ് വെച്ചാൽ നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ യോക്ക് പോർഷനും അതേപോലെ നെക്ക്, ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് നമുക്ക് വേണ്ടുന്ന അളവുകളെല്ലാം ഞാനൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് തയ്യൽ തുമ്പും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. നെക്കിൻ്റെ ലെങ്തും 4 ഇഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു യു നെക്കാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാമേ. അപ്പോൾ ഇതേപോലെ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത് അതേപോലെ അളവുകൾ 2 സൈഡിലും ഒരേപോലെ മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഒരു 13 ഇഞ്ച് താഴത്തേക്ക് ഞാൻ യോക്ക് പോർഷൻ ഇതേപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് ഈ കണ്ടേക്കുന്ന സെൻറ്ററിൽ കാണുന്ന ഒരു ലൈന്. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ ഇതിനകത്ത് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഇതേപോലെയുള്ള റിങ്ങിലാണ് ഞാൻ ഇതേപോലെ ഡിസൈൻ കാണും ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ റിങ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ആ റിങ്ങിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്കിതേപോലെ സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന റിങ്ങും ഉണ്ട്. അപ്പോൾ ഇതേപോലെ അടിയിൽ വെക്കുന്ന റിങ് വെച്ചിട്ട് നമ്മൾ ക്ലോത്ത് ഇടുക. എന്നിട്ട് മുകളിലത്തെ റിങ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ചുറ്റിനും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഇച്ചിരി വലിയ റിങ്ങാണ്. എന്നിട്ട് ഇതിൻ്റെ പോലത്തെ സ്റ്റാൻഡിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്കിതേപോലെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെയുള്ള ഗോൾഡൻ കളറിൽ ഒരു മീഡിയം സൈസ് മുത്താണ് ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ ഇതിന് ചുറ്റിനും ഞാൻ കട്ട് ബീഡ്സ്, അതും ഗോൾഡൻ കളർ തന്നെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റിനും ആ മുത്തിന് ചുറ്റിനും കൊടുക്കാൻ. അപ്പോൾ എന്നിട്ട് ഇതിന് ചേരുന്ന ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ കട്ടിയില്ലാത്ത കനം കുറഞ്ഞ നീഡിൽ വേണം നമുക്ക് എടുക്കാൻ. ആദ്യം ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതേപോലെ കണ്ടില്ലേ ഓരോ റൗണ്ടായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളിതേപോലെ നീഡിൽ കെട്ടിട്ടിട്ട് ഒന്ന് കുത്തിയെടുത്ത് മേളിലോട്ടൊന്ന് കുത്തിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു റൗണ്ട് ബീഡ്, ഗോൾഡൻ കളറിലെ റൗണ്ട് ബീഡ് അവിടെ നമ്മളൊന്ന് കുത്തിയെടുത്ത് താഴോട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ആ ബീഡ് അവിടെ സെക്യൂറായിട്ട് തന്നെ ഇരിക്കും. ഇനി എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ എത്ര കട്ട് ബീഡ്സ് വെച്ച് നമുക്കത് ആ റൗണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ 8 കട്ട് ബീഡ്സ് എടുത്തപ്പോൾ എനിക്ക് ആ റൗണ്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഗോൾഡൻ കളറിലെ റൗണ്ട് ബീഡ്സിന് ചുറ്റും നമ്മൾ ഈ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത കട്ട് ബീഡ്സില്ലേ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നീഡിൽ കുത്തി ഇറക്കണം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഈ ആ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിനകത്തിലെ വർക്കെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫുള്ളും ഇതിനകത്തിലങ്ങ് ഈ പോർഷനകത്തങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഈ ചെയ്യുന്നതിനെല്ലാം ഈ ആം ഹോളിൻ്റെ അവിടെയും ചെസ്റ്റ്, വേസ്റ്റ് അവിടെ എല്ലാം തയ്യൽ തുമ്പ് നോക്കിക്കോണം. തയ്യൽ തുമ്പ് നോക്കിയിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റി ചെയ്ത് നിർത്തിയാലും മതി നമ്മളിങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ മുത്തെല്ലാം പൊട്ടിപ്പോവും. അപ്പം അതെല്ലാം ഒന്ന്
ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാം. ഇതേപോലെ തന്നെ വർക്ക് നമ്മൾ ഫുൾ അങ്ങനെ ഞാൻ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മളിതേപോലെ ആ റൗണ്ട് ബീഡ് കുത്തിയെടുക്കുക. അതവിടെ ഫിക്സ് ആയിട്ടിരുന്നല്ലോ. ഇനി എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ എത്ര കട്ട് ബീഡ്സ് ആണോ നമുക്ക് ഓരോ ബീഡ് അനുസരിച്ചിരിക്കും കേട്ടോ. നമ്മൾ എടുക്കുന്ന സെൻറ്ററിൽ കൊടുക്കുന്ന ബീഡ് അനുസരിച്ച് നമുക്ക് എത്ര കട്ട് ബീഡ്സ് വേണോ എന്നാന്ന് നമുക്കൊന്ന് ആദ്യം നോക്കണം. എന്നിട്ട് ഇതുപോലെ ചുറ്റിക്കൊടുത്ത് അത് റൗണ്ട് ആക്കിയിട്ട് നമുക്ക് എന്നിട്ട് അതിൻ്റെ ചുറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കട്ട് ബീഡ്സ് റൗണ്ട് ചെയ്തിട്ട് അതിന് ചുറ്റിനും ഈ 2 കട്ട് ബീഡ്സിന് ചുറ്റിനും നമ്മളിതേപോലെ കുത്തിയെടുത്ത് നമ്മളിതേപോലെ ചെയ്യണം. അങ്ങനെ ഞാൻ ഇതേപോലെ ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് കട്ട് ചെയ്യാൻ പോകുന്നത് ലൈനിങ് ആണെങ്കിൽ നമ്മൾ ഇത് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് 40 ചെസ്റ്റിലുള്ള ആളുടെ അളവ് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ച്, താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്തും 6.5 ഇഞ്ച്, ചെസ്റ്റ് 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. വേസ്റ്റ് എന്ന് പറയുന്നത് 8.5 ഇഞ്ച്, അതിൻ്റെ കൂടെയും 2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹിപ്പാണ്. ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതേപോലെ സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിക്ക് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് തന്നെ വെച്ചിട്ട് നമ്മൾ നല്ല കുർത്തി നല്ല തുണിയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അടുത്തത് നമ്മൾ സ്ലീവിനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അങ്ങനെ 14 ഇഞ്ച്. അപ്പോൾ സ്ലീവിനായാലും കുർത്തിക്കായാലും ഞാൻ തുണി 4ആയിട്ടാണ് മടക്കിയേക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗത്തെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. താഴേക്ക് 3.5 ഇഞ്ച് ഇതേപോലെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആ കോർണർ ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു ലൈനിങ്ങനെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടത്തേക്ക് ഇതേപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ട് ഇപ്പോൾ വരച്ച ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടി 1.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആ സെൻറ്ററിൻ്റെ മാർക്ക് ചെയ്തില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് 1/2 ഇഞ്ചിലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്കിതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അങ്ങനെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് താഴെ 6 ഇഞ്ച് താഴത്തെ വണ്ണം മാർക്ക് ചെയ്തു. അവിടെയും 2 ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മുടെ സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. ഞാനിവിടെ സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറ് നമ്മൾ ലൈനിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ കുർത്തി നല്ല ഭംഗിയാണ്. ഞാനപ്പോൾ ഇതേപോലെ വേറെ ഒരു കളർ ഷെയ്ഡ് വെച്ചിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു കസ്റ്റമർക്ക് ഞാൻ ചെയ്ത് കൊടുത്തത്. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതിൻ്റെ തന്നെ പാൻറ്റ് ഷോളും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആ കുർത്തി കാണാൻ കേട്ടോ. ഇതിൻ്റെ ഒരേപോലെയുള്ള കളർ ഷെയ്ഡ് ചെയ്യാതെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് സ്ലീവിൻ്റെ ഫ്രണ്ടൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്യണം. അര ഇഞ്ചിൽ നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ഫ്രണ്ടിൻ്റെ പീസും നല്ല പീസും ഒന്ന് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്യണേ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഫ്രണ്ട് ആം ഹോളും ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ അടുത്തത് കട്ട് ചെയ്യുന്നത് ക്യാൻവാസാണ്. അപ്പം നെക്കിന് വേണ്ടിയുള്ള ക്യാൻവാസാണ് കട്ട് ചെയ്യുന്നത്. ക്യാൻവാസിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. 2ആയിട്ട് മടക്കിയിട്ട് 4 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേ രീതി തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിനും കൂടി കട്ട് ചെയ്യണേ. 4 ഇഞ്ച് വിട്ടും 4 ഇഞ്ച് ലെങ്തും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യാൻ. ഇനി എന്നിട്ട് നമുക്കിതിനകത്തിൽ നമ്മുടെ ഏത് ഷേപ്പിലുള്ള നെക്കാണോ വേണ്ടത് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഷേപ്പിലുള്ള ഒരു നെക്കാണ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്നിട്ട് നമ്മളിപ്പോൾ നെക്കിന് മാർക്ക് ചെയ്തതിന് ചുറ്റും നമ്മളൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ 1 ഇഞ്ചോ
അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്രമാത്രം വീതി വേണം. അങ്ങനെ ചുറ്റിനും റൗണ്ടേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അപ്പം നമ്മുടെ ഒരു ക്യാൻവാസ് കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ ഒരു ക്യാൻവാസ് കൂടെ കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്തിലും വിഡ്ത്തിലുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വ്യത്യാസമാണെങ്കിൽ രണ്ടായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഞാൻ 2 ക്യാൻവാസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാനിനി ഒരു ക്യാൻവാസും കൂടെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. ഈ ക്യാൻവാസ് അടിക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം വിഡ്ത്തിലും നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഈ തുണിയുടെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. ബിഗിനേഴ്സ് ആരെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ നെക്കിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് മാറിപ്പോകത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഏത് ഷേപ്പിലാണോ നെക്ക് വരച്ചെടുക്കുന്നത് അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്നിട്ട് ആ ക്യാൻവാസിൻ്റെ മിനുസമുള്ള ഭാഗം നമ്മളിതേപോലെ വെച്ചൊന്ന് അയൺ ചെയ്ത് എടുക്കണം. അങ്ങനെ തേപ്പൂട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കണം. ആദ്യം ചൂടായ ശേഷം മാത്രമേ നമ്മൾ അയൺ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഇളകിപ്പോരും കേട്ടോ. അങ്ങനെ ഞാൻ അയൺ ചെയ്ത് 2 നെക്കും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സൈഡ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 1/4 ഇഞ്ച് നമ്മൾ വിട്ട ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതും ഒന്ന് അയൺ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത്. ഇനി എന്നിട്ട് നമ്മളിപ്പം ഡിസൈൻ ചെയ്ത ഫ്രണ്ടും അതിൻ്റെ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ലൈനിങ്ങും നല്ല തുണിയും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ ഞാനിവിടെ പിന്നെ ഷോൾഡറിൻ്റെ ആ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും മാത്രമേ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ലൈനിങ് ഒന്ന് മടക്കി അടിക്കുകയും കൂടെ ചെയ്യണം. ലൈനിങ്ങിൻ്റെ 1 ഇഞ്ച് വെച്ചിട്ട് 1/2 ഇഞ്ച് വെച്ച് നമ്മൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം താഴ്ഭാഗം ഒന്ന് മടക്കി ഒന്ന് അടിക്കണം. അങ്ങനെ നമ്മൾ ഇതേപോലെ നെക്കിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ ക്യാൻവാസ് കൊടുത്തിട്ട് നമ്മുടെ ആ ക്യാൻവാസിൻ്റെ ആ ഭാഗത്ത് കൊള്ളാതെ നമ്മൾ ആ റൗണ്ട് വെട്ടിയ ആ ഭാഗത്ത് കൊള്ളാതെ നമ്മളിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുത്തിട്ട് നമ്മളൊന്ന് ക്യാൻവാസ് ഒന്ന് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഞാൻ ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് നെക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തു, ബാക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒത്തിരി തവണ കാണിച്ചതാണ്. അങ്ങനെ ഇനി നമ്മൾ അടുത്തത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ സ്ലീവിൻ്റെ സെൻറ്ററും കുർത്തിയുടെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് സ്ലീവ് 2 സൈഡിലോട്ടും ഒന്ന് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ കൈയുടെ അടിഭാഗം താഴ്ഭാഗം ആദ്യം 1/2 ഇഞ്ചിൽ മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് കൈയുടെ താഴ്വശവും ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുക. ഇനി എന്നിട്ട് നമ്മളങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഈ കുർത്തി നേരത്തെ നമ്മളൊന്ന് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ഇതേപോലെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കണം. അത് മാഞ്ഞു പോയെങ്കിൽ നമ്മൾ ഒന്നും കൂടി നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഷേപ്പ് അതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ആ ഷേപ്പ് വെച്ചിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. എവിടെ വരെയാണ് ഷേപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ് മുതൽ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഭാഗം വരെ നമ്മളിതേപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എന്നിട്ടാണ് ഇതിൻ്റെ അടിഭാഗം ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കിയടിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ മടക്കിയടിക്കാം. ഇതുപോലെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ട് വേണം നമുക്ക് സ്ലിറ്റ് ഒന്ന് അടിക്കാൻ വേണ്ടി. അപ്പം സ്ലിറ്റ് അടിക്കാൻ വേണ്ടി 1 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്ലിറ്റ് അടിക്കാൻ വേണ്ടി 1/2 ഇഞ്ച് ഒന്ന് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് താഴേന്ന് നമുക്ക് ആ മടക്ക് ഭാഗം ഒന്ന് 1/2 ഇഞ്ച് ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ആ മടക്ക് ഭാഗം താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 സ്ലിറ്റും ഇതേപോലെ ചെയ്ത് കൊടുക്കണേ. അപ്പം ഞാൻ ഇതേപോലെ 2 സ്ലിറ്റും നമ്മൾ മുകളിൽ വന്നിട്ട് താഴേക്കും അതേപോലെ 1/2 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് മറു സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണേ.
അങ്ങനെ ഞാൻ 2 സ്ലിറ്റും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് അടിഭാഗം ഒന്ന് 1/2 ഇഞ്ചിൽ 1 ഇഞ്ചാണ് ഞാൻ അടിഭാഗത്ത് വിട്ടേക്കുന്നത്. അപ്പോൾ അത് ആദ്യം 1/2 ഇഞ്ചിൽ മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുർത്തി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. കണ്ടോ, നമ്മുടെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ നെക്ക് കാണാൻ വേണ്ടി. ഇത് ബിഗിനേഴ്സിനായാലും വീട്ടിലിരുന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളവരാണേലും നമുക്കിത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഹക്കോബയുടെ മെറ്റീരിയലൊക്കെ നമുക്ക് കുറഞ്ഞ വിലയിലൊക്കെ കിട്ടും. അത് നമുക്ക് എടുത്തിട്ട് നമുക്കിതേപോലെ ഡിസൈൻ ചെയ്താൽ നമുക്ക് ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലും കൂടിയാണ്. അപ്പോൾ ഈ ഹക്കോബ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനും കൂടി പറ്റും. അതൊരു വേറൊരു പ്രത്യേകതയും കൂടിയാണ്. അപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനൂടെ പറ്റും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കും സിമ്പിളല്ലേ, നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഹക്കോബ എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ്. അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ദക്ഷിണ ഡിസൈൻസ് എന്ന ചാനൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്